ഇന്നത്തെ മത്സരത്തിൽ ആർ സി ബിയുടെ ബോളിംഗ് മക്കളെ അതിനൊരു സല്യൂട്ട് കൊടുത്തേ പറ്റും. അജാതി പെർഫോമൻസ് ആയിരുന്നു. പ്രൈം ഭുവനേശ്വർ കുമാറിനാണ് ആർ സി ബിക്ക് വേണ്ടി ഈ സീസണിൽ കാഴ്ചവെച്ചത്. അവർ കുറച്ച് മുന്നത്തെ മത്സരങ്ങളിൽ തന്നെ ഭുവനേശ്വർ അജാതി ബോളിംഗ് കാഴ്ചവെക്കുന്നുണ്ട്. ടത്തോറൊക്കെ ഇന്ന് ഓപ്പണിംഗ് ഓവേഴ്സ്, പിന്നെ മൂപ്പര പാർട്ണർ ഹാസിൽവുഡും 3 ഫോർമത്തിലും ഏറ്റവും മികച്ച രീതിയിൽ ബോളറാണ് ഹാസിൽവുഡ്. രണ്ടുപേരും കൂടിയും അവർ പ്രൈം അങ്ങ് കാഴ്ചവെച്ചാൽ എതിർ ടീമിന് 100 റൺസ് എടുക്കലൊരു പ്രയാസമായിരിക്കും. ഒരു കാര്യം കൂടി പറയാം, പഞ്ചാബിനെ വെല്ലുവിളിക്കാൻ യോഗ്യതയുള്ള ഒരു ടീം ആർ സി ബി മാത്രമാണ്. അതുപോലെ തന്നെ പഞ്ചാബിനെ വെല്ലുവിളിക്കാൻ ക്വാളിറ്റിയുള്ള ഒരു ടീം ആർ സി ബിയുമാണ്. ഈ 2 ടീമാണ് ഈ സീസണിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീമും. അവരുടെ മത്സരമാണ് എല്ലാവരും ഇനി കാത്തിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വൈകിട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് അന്നത്തെ മത്സരത്തിന്. ആർ സി ബി ഡൽഹിയെ എറിഞ്ഞിട്ടത്. ഡൽഹി അത്രയും ഫോമിൽ നിൽക്കുകയാണ്. 264 റൺസ് കഴിഞ്ഞ മത്സരത്തിൽ നേടിയ അതേ സ്റ്റേഡിയം അവിടെ വെച്ചിട്ടാണ് ആ ഡൽഹി ആർ സി ബി 75 ഒതുക്കിയത്. അതൊരിക്കലും ചെറിയ സംഭവമല്ല. നമ്മൾ ചിലപ്പോൾ പറയല്ലോ ബാറ്റിങ്ങിൽ ഒരു ടീം 250 എടുത്ത് 280 എടുത്ത് വമ്പ സംഭവമാണ്, വമ്പ ഫോമാണ്. അതേ പവറുണ്ട് ഇന്ന് ആർ സി ബി. ആ ഫോമിൽ നിൽക്കുന്ന ഡൽഹിയെ 75 ഓൾ ഔട്ട് ആക്കി. ഒരു ടീം 250 270 ഒക്കെ എടുക്കുന്ന അതേ പവറുണ്ട് ഇന്നത്തെ 75 ആർ സി ബി ഡൽഹി ഓൾ ഔട്ട് ആക്കി. മികച്ച പെർഫോമൻസ്, മികച്ച ബൗളിങ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ സീസണിലെ ഏറ്റവും മികച്ച ബൗളിങ് അത് ആർ സി ബിക്കാന്ന് അവർ ബാക്കിയുള്ള ടീമുകളോട് വിളിച്ചു പറയുകയായിരുന്നു ഇന്നത്തെ മത്സരം. സമ്മതിക്കുന്നു, നമ്മളെക്കാൾ മികച്ച ബോളിംഗ് ആർ സി ബിയോട് തന്നെയാണ്. പിന്നെ ആർ സി ബി ഇപ്പോൾ 12 പോയിന്റുകളായി ആർ സി ബി ഓൾമോസ്റ്റ് പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ആർ സി ബിയുടെ ലക്ഷ്യം ക്വാളിഫയർ 1 ആണ്, നമ്മുടേതുപോലെ. ഡൽഹി ബുദ്ധിമുട്ടിയ പിച്ചിൽ വളരെ സിമ്പിളായിട്ട് ആർ സി ബി അത് ചേസും ചെയ്യും. പിന്നെ മറുഭാഗത്ത് ചേസ് മാസ്റ്റർ ഉണ്ട്, വലിയ റണ്ണാണെങ്കിലും എളുപ്പത്തിൽ അവർ ചേസ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി, ഡൽഹി ആർ സി ബി മത്സരം നമ്മൾ പറയാറുണ്ട്, അത് 2 ടീമുകളും വാശിക്ക് കളിക്കുന്ന മത്സരമാണ്. രാഹുൽ എടുത്ത റിവെഞ്ച് നമുക്ക് ഓർമ്മയില്ലേ, ചിന്നസ്വാമി പോയിട്ടൊക്കെ. ഇനി ആരും അത് പറയില്ല. ഡൽഹി പോയിട്ടുള്ള മത്സരം ഘട്ടമുണ്ട്, തീർക്കാനുണ്ട്, റിവെഞ്ച് ഉണ്ടെന്നും. കാരണം ഡൽഹിയെ ഒന്നുമല്ലാതാക്കി ആർ സി ബി. എന്താ പറയുക, ഡൽഹിയുടെ ചീട്ടങ്ങ് കീറിക്കളഞ്ഞു. ഇനി ഡൽഹി ആർ സി ബി മത്സരത്തിൽ തലപ്പത്ത് ആർ സി ബി മാത്രമേ ഉള്ളൂ. അജാതി പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. നമ്മൾ വെയിറ്റിംഗ് ആട്ടോ, മെയ് 17 അത് മറക്കണ്ട.